ഹലോ ഹായ്. വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടിറങ്ങി ഒരു ഫുൾ ഓഫ് വിനീത് ശ്രീനിവാസൻ സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിനീത് ശ്രീനിവാസൻ്റെ ഇതിനു മുമ്പത്തെ സിനിമകളുടെ എല്ലാം അതേ കുറേ ചേരുവകൾ വർഷങ്ങൾക്ക് ശേഷത്തിലും കാണാം. ഈവൻ എന്താ പറയുക, ഹൃദയത്തിലെ പരിപാടി തന്നെ സിനിമ തുടങ്ങുമ്പോൾ ഹൃദയത്തിലെ പോലെ തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ അതേ മേക്കിങ്ങും വെച്ചിട്ടുള്ള പരിപാടിയാണ് തുടക്കത്തിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ത്രൂ ഔട്ട് വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളിലും കാണുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയുള്ള കളിയാണ് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചില സീനുകളിലൊക്കെ ഒന്ന് ക്രഞ്ച് അടിച്ചേക്കാം. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എബോ ആവറേജ് എന്ന അനുഭവമായിരുന്നു. സിനിമ മോശമല്ല, ഒരു ഗംഭീരമാകാവുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഗംഭീരത്തിലേക്ക് ഒരു പൊട്ടിക്ക് താഴെ വരാനുള്ള കാരണം ഈ പറയുന്ന ക്രഞ്ച് സീനുകളാണ്. സിനിമ 2 എപ്പിസോഡുകളായിട്ടാണ്. ഒന്ന് ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുന്നത്. നമ്മൾ ഈ പറയുന്ന ട്രെയിലറിൻ്റെയൊക്കെ നമുക്ക് വ്യക്തമാണ്. ഈ പറയുന്ന സിനിമാ മോഹവുമായിട്ട് കോടമ്പാക്കത്തേക്ക് ട്രെയിൻ കയറുന്ന 2 ചെറുപ്പക്കാരുടെ കഥ, അത് ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ്. പിന്നെ പ്രസൻറ്റിൽ നടക്കുന്ന ഒരു സിനിമാ പരിപാടിയൊക്കെ നടക്കുന്ന ഒരു 2ാമത്തെ എപ്പിസോഡ്. സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും വിനീത് ശ്രീനിവാസൻ തന്നെയാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് വിശ്വജിത്താണ്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അമൃത്. മ്യൂസിക് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഹൃദയത്തിലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളിലുള്ള പോലെ തന്നെ അദ്ദേഹം റെഫറൻസ് കൊടുത്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആള് മാറുന്നതിനോടൊപ്പം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ചെയ്തിരിക്കുന്ന സ്കോറൊക്കെ മോശമാണെന്നല്ല, സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണ്ടേ, ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അത് മോശമാണെന്നല്ല. പിന്നെ ക്യാമറയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 2 കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും ആ കളറിങ് പാലറ്റും ഒരു ഈ പറയുന്ന ഒരു പഴയ ഏജ് കാണിക്കുമ്പോഴുള്ള കളർ പാലറ്റും അതുപോലെ പ്രസൻറ്റിലേക്ക് വരുമ്പോഴുള്ള ആ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റൊക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനം നിവിൻ പോളിയും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പ്രകടമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് ഉയർന്നതായിട്ട് കാണാൻ കഴിയും. ഒരു മുമ്പുള്ള ആദ്യ പോലെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ട ഒരു പ്രണവിനെ ആയിരുന്നില്ല ഹൃദയത്തിൽ കണ്ടത്. ഒരുപാട് പ്രശംസയൊക്കെ കിട്ടിയാണ്. അവിടെ നിന്ന് വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് എത്തുമ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് 2 കാലഘട്ടത്തിലെ ആ ഒരു വേരിയേഷനും പരിപാടിയൊക്കെ കുറേയൊക്കെ ഈ പറയുന്ന മേക്കപ്പിൻ്റെ ഒരു ബലത്തിലാണെങ്കിൽ പോലും ഗംഭീരമായിട്ട് തന്നെ കുറേ സീനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ്റെ മുൻപുള്ള സിനിമകളിലെല്ലാം അഭിനയിച്ച കുറേ ആളുകൾ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രൂവിലുള്ള കുറേ ടെക്നീഷ്യൻസിനെയൊക്കെ ചെറിയ ചെറിയ റോളുകൾ കൊടുത്തിട്ട് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ഓഫ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഈ പറയുന്ന ട്രെയിലറിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. 2 സിനിമാമോഹികളായിട്ടുള്ള 2 ചെറുപ്പക്കാർ ഈ പറയുന്ന തമിഴ്നാട്ടിലേക്ക് ചെന്ന് കയറുന്ന ഒരു പരിപാടിയായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ പ്രസൻറ്റിൽ സിനിമയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് നിവിൻ പോളിയുടെ ക്യാരക്ടറാണ്. ഇതിൽ കുറേ റിയൽ ലൈഫ് ആക്ടേഴ്സിൻ്റെ റെഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ നിവിൻ പോളിയുടെ റെഫറൻസാണ് ഗംഭീരമായിട്ട്. അദ്ദേഹത്തിനെ തന്നെ ട്രോളുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സെക്കൻഡ് ഹാഫ് എന്ന് എനിക്ക് തോന്നി. അത് നെഗറ്റീവായിട്ടല്ല. എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ പട്ടികളെ എന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ പറയുന്നത്, അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നിവിൻ പോളിയുടെ ഒരു അവസ്ഥ അറിയാലോ. കുറേ 2-3 വർഷമായിട്ട് ഒരു ഹിറ്റില്ല, നിരന്തരമായിട്ട് സിനിമകളൊക്കെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ പോരാത്തതിന് അദ്ദേഹം ഭയങ്കരമായിട്ട് ഫാറ്റിയായി, എന്താ പറയുക, വണ്ണമൊക്കെ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റിൽ വിനീത് ശ്രീനിവാസൻ കളിയാക്കിക്കൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ റെഫറൻസ് നന്നായിട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ജീവിതം ഉണ്ടല്ലോ, അദ്ദേഹം ഈ മലയും കാടുമൊക്കെ കയറാൻ പോകുന്ന, അത് റിയൽ ലൈഫിൻ്റെ ആ ഒരു റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രജനികാന്തിൻ്റെ റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമയിലൊരു പോരായ്മയായിട്ട് തോന്നിയത്
സ്ഥിരം പരിപാടി തന്നെ പിടിക്കുന്നത് കൊണ്ട് തന്നെ കുറേ ക്രഞ്ച് പരിപാടികളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഒരു സീനിലേക്ക് ഒരു സംഭവം നടക്കാൻ പോകുന്നു, ആ സംഭവത്തിലേക്ക് എത്തുവാനായിട്ട് കുറേ വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. അത് ഫസ്റ്റ് ഹാഫിലാണ് ആ ഒരു പ്രശ്നമുള്ളത്. സെക്കൻഡ് ഹാഫിൽ കുറേയും കൂടി, സെക്കൻഡ് ഹാഫാണ് സിനിമ ഓണായത്. അത് നിവിൻ പോളി സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും തെറ്റില്ല. സിനിമ തുടങ്ങി ആദ്യം പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയായിട്ട് തോന്നാം, കുറച്ചങ്ങ് പോകുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ രംഗങ്ങൾ കൈയടക്കുന്നതായിട്ട് തോന്നാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിയുടെ ഒരു സിനിമയായിട്ട് തോന്നാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടികളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഈ പറയുന്ന കുറച്ചും കൂടി ആ ഫസ്റ്റ് ഹാഫിലെ ഒരു വലിച്ചിൽ വീണ്ടും വരുന്നുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സിനിമയിലേക്ക് പോകേണ്ട ഒരു കാര്യം കുറച്ച് ക്രഞ്ചി വലിച്ചു നീട്ടലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു എബോ ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ബൈ ബൈ.